പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21 അധ്യായം 12 മുതൽ 19 വരെ വാക്യങ്ങളാണ് സുവിശേഷത്തിലെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ചയായ തിരുവചന ഭാഗവും സമാനമായ ചിന്തകളുമാണ് ഇന്നുമുള്ളത്. സഹനത്തിലൂടെ സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ച് തന്നെയാണ് ഈശോ ഇന്നും പറയുന്നത്. വാക്കുകൾ കൊണ്ട് പ്രസംഗിച്ച് സാക്ഷ്യം നൽകാൻ മാത്രമല്ല, സ്വശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്തും കൂടുതൽ ആഴമായ ശക്തമായ സാക്ഷ്യം നൽകാനുള്ള വിളിയാണ് ഓരോ ശിഷ്യനും ഉള്ളതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ദേഹം നോവുമ്പോൾ ഏത് ആളുകളും കോംപ്രമൈസിന് തയ്യാറാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് ആരാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ഇത്തരം സഹനങ്ങളാണ്. ഈശോയ്ക്ക് വേണ്ടി ഞാൻ ശരീരത്തിൽ പീഡകൾ സഹിക്കുമ്പോൾ, വില കൊടുക്കുമ്പോൾ ഞാൻ ആരാണെന്നും അതിനപ്പുറത്ത് ഞാൻ സ്നേഹിക്കേണ്ട ഈശോ എനിക്ക് ആരാണെന്നും എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് അവ. ഈ സഹനങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ സഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാവുക മാത്രമല്ല, അത് എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് സഹിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് സഹിക്കുന്നത്, ആ സഹിക്കാൻ ഇത്രമാത്രം ത്യാഗമെടുക്കാനുള്ള കാരണം എനിക്ക് ഈശോയോടുള്ള സ്നേഹമാണല്ലോ. ആ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മളെ കൂടി പഠിപ്പിക്കാൻ തന്നെയാണ് നമ്മളും സഹിക്കുന്നത്. ഇന്ന് അത് ചില രോഗങ്ങളുടെ രൂപത്തിലാവാം, സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ രീതിയിലാവാം, മറ്റു ഭൗതിക ശാരീരിക ബുദ്ധിമുട്ടുകളുടെ അവസ്ഥയിലൂടെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. ഞാൻ എങ്ങനെ അവയെ മനസ്സിലാക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഗങ്ങളും അപ്രതീക്ഷിത അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നന്നായി ജീവിച്ചിട്ടും എനിക്ക് എന്താ ഇങ്ങനെ ഒരു കാര്യം വരുന്നു, ദൈവം ഇങ്ങനെ ഒരു കാര്യം അനുവദിക്കുന്നു എന്ന് മനസ്സിൽ സംശയത്തോടെ ചോദിക്കുന്ന ഒരാളാണോ ഞാൻ? അതെയോ ഇത് ദൈവത്തിന്റെ അനന്ത പദ്ധതിയിൽ അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ആഴമായ ഒരു ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ അതിനെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് ആത്മശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളുടെ ശരീരത്തിലെ, മനസ്സിൽ, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അത് മറ്റുള്ളവർക്കുള്ള സാക്ഷ്യവും ഞങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുമാണെന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സഹനങ്ങളെ പരാതി കൂടാതെ സഹിക്കുവാൻ ഈശോയെ പോലെ കുരിശിന്റെ വഴിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ സഹനങ്ങളെ, വേദനകളെ പരാതി കൂടാതെ സഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.